നോക്കൂ, ഇപ്പോൾ നിങ്ങൾ രണ്ടുപേരും വളരെ വ്യക്തമായി കാര്യങ്ങൾ വിശദീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ രണ്ടുപേരുടെയും നിലപാടിനോട് പൂർണ്ണമായും യോജിക്കുന്ന ഒരാളാണ് ഞാൻ. ഇക്കാര്യത്തിൽ മറ്റൊരു കാര്യമാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. നോക്കൂ, ഒരു സമൂഹം എന്ന നിലയിൽ ഈ വിഷയത്തിൽ നിന്ന് നമ്മൾ ചില കാര്യങ്ങൾ പഠിക്കണമല്ലോ. ഇപ്പോൾ സമൂഹത്തിൽ ചില അപജയങ്ങളുണ്ടാകും. ആ അപജയങ്ങളെ ചൂഷണം ചെയ്ത് നേട്ടമുണ്ടാക്കുന്ന വ്യക്തികളും ഉണ്ടാകും. അങ്ങനെയുള്ളവരെ വളരെ നേരത്തെ തിരിച്ചറിയുന്നതിലാണ് ഒരു സമൂഹത്തിൻ്റെ ബുദ്ധി പ്രവർത്തിക്കുന്നത്. അങ്ങനെയുള്ള സമൂഹത്തെയാണ് നമ്മൾ ബുദ്ധിയുള്ള സമൂഹം, പ്രബുദ്ധമായ സമൂഹം എന്നൊക്കെ വിളിക്കുന്നത്. ഇപ്പോൾ ബോബി ചെമ്മണ്ണൂർ എന്ന് പറയുന്ന ഈ മനുഷ്യൻ ആരാണ്? യഥാർത്ഥത്തിൽ ഇയാളൊരു സാധാരണ വ്യവസായി മാത്രമാണ്, അല്ലേ? ഒരു സ്വർണ്ണ വ്യാപാരിയാണ്, അയാൾക്ക് എസ്റ്റേറ്റ് ഉണ്ട്, അതുപോലെ അയാളൊരു ഹോട്ടലിയറാണ്, അയാൾക്ക് തേയില കച്ചവടമുണ്ട്. ഈ രീതിയിലൊക്കെ വിവിധ ബിസിനസ്സുകളിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരു സാധാരണ വ്യവസായി മാത്രമാണ്. അയാളൊരു സക്സസ്ഫുൾ ബിസിനസ്മാനാണ്. പക്ഷേ അത് മാത്രമാണോ കേരളത്തിൽ ബോബി ചെമ്മണ്ണൂർ? കേരളത്തിൽ ബോബി ചെമ്മണ്ണൂർ കഴിഞ്ഞ 15 വർഷമായിട്ടൊരു കൾട്ട് ഫിഗർ അല്ലേ? ഒരു കൾട്ടായിട്ട് അയാളെ സ്വയം മാറ്റിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതൊരു സമൂഹത്തിൻ്റെ പിന്തുണയില്ലാതെ, അല്ലെങ്കിൽ സമൂഹത്തിലെ ഏതെങ്കിലും വിഭാഗങ്ങളുടെ പിന്തുണയില്ലാതെ സാധ്യമാവുന്നൊരു കാര്യമല്ല. ആ അർത്ഥത്തിൽ ബോബി ചെമ്മണ്ണൂർ കൗശലക്കാരനായൊരു വ്യവസായിയാണ്. അയാൾ നന്നായിട്ട് സമൂഹത്തെ മാനിപ്പുലേറ്റ് ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണത് ചെയ്യുന്നത്? ഇപ്പം നമുക്കറിയാമല്ലോ, ആദ്യം തന്നെ അയാളുടെ വേഷമാണ്. ആ വേഷമൊന്നും എടുത്തു നോക്കിക്കേ. ഇപ്പോൾ ആദ്യം തന്നെ ബോബി ചെമ്മണ്ണൂർ ശ്രദ്ധ നേടുന്നത് അയാളുടെ വേഷത്തെ മാറ്റിക്കൊണ്ടാണ്. അത് ഇത്ര സൂക്ഷ്മമായി അയാൾ ആസൂത്രണം ചെയ്യുന്നു. ഒരു പ്രത്യേകതരം വേഷത്തിൽ അയാൾ ആദ്യം പ്രത്യക്ഷപ്പെടുന്നു. നമുക്കറിയാമല്ലോ, ഒരു പ്രത്യേകതരം വേഷത്തിൽ ഒരാൾ ഒരു കൂട്ടത്തിൽ പ്രത്യക്ഷപ്പെട്ട അയാൾ വളരെ പെട്ടെന്ന് ശ്രദ്ധ നേടിയെടുക്കും. ആ രീതിയിൽ ആദ്യം അയാൾ ജനങ്ങളുടെ ഒരു ആകർഷണം, എന്താ പറയുക, ജനങ്ങളുടെ ശ്രദ്ധയെ ആകർഷിക്കാൻ ശ്രമിക്കുന്നു. പിന്നീട് നമ്മൾക്കൊക്കെ ഏറ്റവും വലിയ ദൗർബല്യമാണ് ഈ ചാരിറ്റി എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് പണക്കാരായിട്ടുള്ള വലിയ കോടീശ്വരന്മാരൊക്കെ ചാരിറ്റി നടത്തിയാൽ അത് വലിയ വാർത്തയും വലിയ സംഭവമാണ്. ഇപ്പം നിങ്ങളോ ഞാനോ ആർക്കെങ്കിലും 100 രൂപയ്ക്ക് ഒരു ഭക്ഷണം വാങ്ങിച്ചു കൊടുത്താൽ അതൊന്നും വലിയ വാർത്തയോ അല്ലെങ്കിൽ അങ്ങനെ ഒരു വലിയ സംഭവമല്ല. പക്ഷേ വലിയൊരു വ്യവസായി ആർക്കെങ്കിലും ഒരു വീട് വെച്ച് കൊടുത്താൽ വലിയൊരു ദാനധർമ്മിഷ്ഠനായി അദ്ദേഹം വാഴ്ത്തപ്പെടും. അത്തരത്തിൽ ചാരിറ്റി പ്രവർത്തനം എന്ന് പറയുന്ന ഒരു മേഖലയിലേക്കാണ് പിന്നീട് ബോബി ചെമ്മണ്ണൂർ വരുന്നത്. കേരളത്തിൻ്റെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഇദ്ദേഹം 600 കിലോമീറ്റർ ഒരു ഓട്ടം നടത്തിയിരുന്നു, അല്ലേ? വലിയ മീഡിയ കവറേജ് നടത്തിയത്. എന്തായിരുന്നു അതിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്? രക്തബാങ്ക് ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഈ രക്തബാങ്ക് എന്നൊക്കെ പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, ഏത് ഹോസ്പിറ്റലിൽ പോയാലും ഒരു പ്രശ്നമാണ്, രോഗികൾ അഭിമുഖീകരിക്കുന്ന ഒരു വലിയ പ്രശ്നമാണ് രക്തത്തിൻ്റെ കുറവ് അല്ലെങ്കിൽ രക്തം കിട്ടാനുള്ള ദൗർലഭ്യം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ കേരളത്തിൻ്റെ രക്തബാങ്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ബോബി ചെമ്മണ്ണൂർ ഇറങ്ങി ഓടുന്നു, മാധ്യമങ്ങൾ അതിൻ്റെ പിന്നാലെ ഓടുന്നു, നാട്ടുകാർ കൂടുന്നു, കൈയടിക്കുന്നു. ആ അർത്ഥത്തിലൊക്കെ വലിയ രീതിയിലുള്ള ചാരിറ്റി പ്രവർത്തനങ്ങളിലേക്കാണ് പിന്നീട് ബോബി ചെമ്മണ്ണൂർ വരുന്നത്. ഈ സമയത്തൊക്കെ ബോബി ചെമ്മണ്ണൂർ അദ്ദേഹത്തെ ഒരു ബ്രാൻഡായിട്ട് ഡെവലപ്പ് ചെയ്യുകയാണ്. അങ്ങനെ അദ്ദേഹം വളരെ സ്ലോലി ഒരു കൾട്ട് ഫിഗറായിട്ട് മാറുകയാണ്. എന്ന് മാത്രമല്ലല്ലോ, ഏത് അനീതി കണ്ടാലും അദ്ദേഹം ഇടപെട്ടിട്ട് അവിടെ ഒരു പ്രശ്നത്തിൽ ഇടപെട്ട് ആ പ്രശ്നം പരിഹരിക്കാൻ ശ്രമിക്കും. ഇപ്പം നമുക്കറിയാം, 2021 നെയ്യാറ്റിൻകരയിൽ 2 കുട്ടികൾ അച്ഛനും അമ്മയും മരിച്ചു പോയിട്ട് അവർ ആത്മഹത്യ ചെയ്തിട്ട് ഈ പറയുന്ന ഭൂമി തർക്കവുമായി ബന്ധപ്പെട്ട് അച്ഛനും അമ്മയും ആത്മഹത്യ ചെയ്യുന്നു. കുട്ടികൾ ആ കുഴിമാടമുണ്ടാക്കുന്ന ദൃശ്യങ്ങളൊക്കെ നമ്മുടെ കൺമുന്നിലുണ്ടല്ലോ. അപ്പോൾ തന്നെ ബോബി ചെമ്മണ്ണൂർ അവിടെ എത്തുന്നു, ഉടനെ തന്നെ ആ ഭൂമി വാങ്ങുന്നു, എന്നിട്ട് ഈ കുട്ടികൾക്ക് പതിച്ചു കൊടുക്കുന്നു. ആ കുട്ടികളത് നിഷേധിച്ചു, അത് വാങ്ങിക്കേണ്ട, ഞങ്ങളത് വാങ്ങിക്കില്ല എന്ന് പറഞ്ഞു. ഈ രീതിയിലൊക്കെ ഏറ്റവും ഒടുവിൽ ഇപ്പോൾ 2024 ഉണ്ടായിട്ടുള്ള വയനാട് ദുരന്തത്തിൽ പ്രതിശ്രുത വരൻ പിന്നെ മരിച്ചുപോയ ശ്രുതി എന്ന പെൺകുട്ടിക്ക് ബോബി ചെമ്മണ്ണൂർ 10 ലക്ഷത്തിൻ്റെ വീട് വെച്ച് കൊടുക്കുന്നു. ഈ രീതിയിലൊക്കെയുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ട് വേറൊരു തരത്തിലുള്ള ഒരു ഇമേജ് ബിൽഡിംഗ് ആണ് നടക്കുന്നത്. പക്ഷേ ബോബി ചെമ്മണ്ണൂർ ഏറ്റവും ബുദ്ധിപരമായി ഉപയോഗിച്ചൊരു സാധനം എന്താ അറിയാമോ? സോഷ്യൽ മീഡിയയാണ്. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം വന്നപ്പോഴത്തേക്കും എന്തും വിളിച്ചു പറയുന്ന ഒരാളായിട്ട് ഇയാൾ അങ്ങ് രംഗപ്രവേശം ചെയ്യുകയാണ്. അതിനയാൾക്ക് അനുയായികൾ ഉണ്ടാവുകയാണ്. എന്നിട്ട് ഫാൻസ് അസോസിയേഷൻ ഉണ്ടാക്കുന്നു കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം. നിങ്ങളൊന്ന് നോക്കിക്കേ. എന്നിട്ടൊരു ചെറിയൊരു ചുരുക്കപ്പേരുണ്ട്, ബോച്ചെ. പുള്ളി തന്നെ പറയും ബോച്ചെ എന്ന് പറയും. ഇപ്പോൾ EMS നമ്പൂതിരിപ്പാടിൻ്റെ പേര് നമ്മൾ ആരും EMS എന്നല്ലേ പറയുള്ളൂ. ഇപ്പോൾ PK വാസുദേവൻ എന്നായിരുന്നു നമ്മൾ നീട്ടി വിളിച്ച് പറയത്തില്ല, PKV എന്ന് പറയും. VS അച്യുതാനന്ദൻ നമ്മൾ VS എന്ന് പറയും. AK ആന്റണി AK എന്ന് പറയും. ഉമ്മൻചാണ്ടിയെ OC എന്ന് പറയും. ഇപ്പോൾ ഏറ്റവും അവസാനം മരിച്ചുപോയ നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട എഴുത്തുകാരനായിട്ടുള്ള MT വാസുദേവൻ നായരുടെ പേരാരും MT വാസുദേവൻ നായർന്ന് പറയാറില്ല, MT എന്നൊക്കെ പറയും. ഈ രീതിയിൽ സമൂഹത്തിൽ വിവിധ മേഖലകളിൽ അവരുടെ കഴിവ് തെളിയിച്ചിട്ടുള്ള വ്യക്തിത്വങ്ങളെയൊക്കെ ചുരുക്കപ്പേരിൽ, ഓമനപ്പേരിൽ വിളിക്കുന്നൊരു സമൂഹമാണ് നമ്മൾ. അതെല്ലാ സമൂഹത്തിലും ഉള്ളതാണ്. ഇതാ ഇവിടെ ഇപ്പോൾ അദ്ദേഹം ബോച്ചെ കൂടിയായി മാറി. ആ അർത്ഥത്തിലൊക്കെ ഈ പറയുന്ന നമ്മളെ നിരന്തരം പറ്റിച്ചുകൊണ്ട് സ്വയം ഒരു കൾട്ട് ഫിഗറായി മാറിക്കഴിഞ്ഞ ഒരാളാണ് ഈ പറയുന്ന ബോബി ചെമ്മണ്ണൂർ എന്ന് പറയുന്ന വ്യവസായത്തെ അല്ല ബ്രാൻഡ് ചെയ്തത്, ഓൺ ബ്രാൻഡിങ്. അയാൾ സ്വന്തമായിട്ട് ബ്രാൻഡ് ചെയ്തു. ആ സ്വന്തമായി ബ്രാൻഡ് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ അയാളുടെ വ്യവസായത്തെയും വിപുലപ്പെടുത്തി. ഇതിന് കൈയടിച്ചതാരാണ്? ആരാണ് ഇതിന് ലൈസൻസ് കൊടുത്തത്? ആരാണ് ബോബി ചെമ്മണ്ണൂരിൻ്റെ ഫാൻസ് അസോസിയേഷൻ എന്ന് പറയുന്നത്? ഈ പറയുന്ന നമ്മുടെ ഈ നാട്ടിലുള്ള ആളുകൾ തന്നെയാണല്ലോ, അല്ലേ? ഞാൻ പറയുന്നത്, നിങ്ങൾ പറഞ്ഞത് വളരെ ക്ലിയറാണ്. ഈ നാട്ടിലെ മനുഷ്യന്മാർ മുഴുവൻ മോശമോ അല്ലെങ്കിൽ അവർ മുഴുവൻ ബോബി ചെമ്മണ്ണൂരിനെ പിന്തുണയ്ക്കുന്നവരോ അവരെല്ലാവരും ഹണി റോസിനെ തള്ളിപ്പറയുന്നവരോ ഒന്നുമല്ല. എന്നാലൊരു ചെറിയ വിഭാഗം അങ്ങനെയുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, ഈ സമൂഹത്തിൽ അപജയമുണ്ടെന്ന്. ലോകത്തെവിടെയും സദ്ഗുണ സമ്പന്നമായ അപജയങ്ങളൊന്നുമില്ലാത്ത ഒരു സമൂഹവുമില്ല. ഞാൻ അതുകൊണ്ട് ആദ്യം പറഞ്ഞത്. പക്ഷേ നമുക്ക് എന്തെങ്കിലും ഒരു കുഴപ്പമുണ്ടായാൽ ആ കുഴപ്പത്തെ നമ്മൾ മനസ്സിലാക്കി പെട്ടെന്ന് കറക്റ്റ് ചെയ്യുക എന്നുള്ളതാണല്ലോ. അതിലെത്ര സമയം എടുത്തിരിക്കുന്നു
എന്നുള്ളതാണ്. കഴിഞ്ഞ 10-15 വർഷമായിട്ട് ബോബി ചെമ്മണ്ണൂർ എന്ന് പറയുന്ന ഒരു ഐക്കണായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ഇയാൾ പോകുന്ന സ്ഥലത്തൊക്കെ വലിയ ജനാരവം ഉണ്ടാകുന്നു, ഇദ്ദേഹത്തെ അനുകരിച്ച് ചില കഥാപാത്രങ്ങൾ സിനിമയിൽ ഉണ്ടാകുന്നു, അതിന് കയ്യടി കിട്ടുന്നു. ആ രീതിയിലൊക്കെ കേരളത്തെ പറ്റിച്ചുകൊണ്ട് ഒരാളിങ്ങനെ സുഖകരമായിട്ട് നിൽക്കാൻ ഏറ്റവും ഒടുവിൽ 1-2 സംഭവങ്ങൾ ഉണ്ടായില്ലേ? ഞാൻ പറയാം. ഈ പറയുന്ന ലോട്ടറി പോലത്തെ ഒരു സംഭവം ഇയാൾ നടത്തിയില്ലേ? പറയുന്ന ആർക്കോ വേണ്ടിയിട്ട് പിന്നെ ചാരിറ്റി വർക്കാണ്, ചാരിറ്റി വർക്ക് നടത്തുന്നു. അതെ, വിമോചനത്തിന് വേണ്ടിയിട്ട്. എങ്ങനെയാണ് നടത്തിയത്? ഇദ്ദേഹത്തിൻ്റെ തേയിലയുടെ പാക്കറ്റ് വാങ്ങിക്കുമ്പോൾ അതിനോടൊരു ലോട്ടറി കൂടി ഉണ്ടാവും. ആ ലോട്ടറിയുടെ നറുക്കെടുപ്പിലൂടെ കിട്ടുന്ന ഒരാൾക്ക് 10,000 രൂപ അല്ലെങ്കിൽ 1,00,000 രൂപ കൊടുക്കുന്നു. എന്തൊരു വലിയ രീതിയിലാണ് അയാളുടെ ചായപ്പൊടി വിറ്റത്. അതിനെതിരായിട്ടൊരു ചോദ്യമുണ്ടായോ? ഒരു നിയമ നടപടി ഉണ്ടായോ? ലോട്ടറി ഒന്നും നിങ്ങൾക്ക് അങ്ങനെ നടത്താൻ പറ്റില്ലെന്നേ. പക്ഷേ ഇതൊരു ചാരിറ്റി പ്രവർത്തനമാണെന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങിയിരിക്കുകയാണ്. ഈ രീതിയിൽ തൻ്റെ വ്യവസായത്തെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന രീതിയിൽ ഒറ്റയ്ക്ക് അയാളൊരു ബ്രാൻഡായിട്ട് അയാൾക്കെതിരെ വാർത്ത വന്നാലും ഒരു പരിധിക്കപ്പുറം അത് പോവില്ലായിരുന്നു. എന്ന് മാത്രമല്ല, ഈ പിന്നെ പ്രാഞ്ചിയേറ്റർ ആൻഡ് സെയിൻസ് എന്ന് പറഞ്ഞ സിനിമയ്ക്കകത്ത് മമ്മൂട്ടി അവതരിപ്പിക്കുന്ന ഒരു കഥാപാത്രമുണ്ട്. അതിനകത്ത് അദ്ദേഹം നടത്തുന്ന സ്വർണ്ണക്കടയ്ക്ക് ഒരു പരസ്യം എടുക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം പറയും, പുതിയ മോഡലുകളൊന്നും വേണ്ട, ഞാൻ തന്നെ മതി, ഞാൻ മോഡലായിട്ട് അങ്ങ് എടുക്കാം എന്ന് പറയും. ഈ രീതിയിൽ എന്തിനാന്നേ ബോബി ചെമ്മണ്ണൂരിന്റെ മറ്റൊരു മോഡൽ? ബോബി ചെമ്മണ്ണൂർ തന്നെ വലിയൊരു ഐക്കണായിരിക്കുന്ന രാമേന്ദ്രന് ശേഷം നമ്മൾ കണ്ട ജ്വല്ലറി മോഡലാണ്. അപ്പോൾ ആ അർത്ഥത്തിലൊക്കെ ബോബി ചെമ്മണ്ണൂർ മലയാളികളെ വലിയ രീതിയിൽ പറ്റിച്ചിട്ടുണ്ട്. അത് നമ്മൾ അങ്ങ് മനസ്സിലാക്കണം. സന്തോഷ് പണ്ഡിറ്റ് പോലൊരു കഥാപാത്രം ഉണ്ടായില്ലേ? നമ്മൾ വളരെ പെട്ടെന്ന് തിരിച്ചറിഞ്ഞു അയാളെ. അതിൽ ഇത്രയും അശ്ലീലം കേട്ടോ, അല്ല അങ്ങനെ ഒരു ഇത്രയും ഈ രീതിയിലുള്ള ആളാണ്. പിന്നെ അയാൾക്ക് ചില എന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ട്, ഒരു മാനസികമായിട്ടുള്ള എന്തൊക്കെയോ വിളിച്ചു പറയുന്ന ഒരാളായിട്ടൊക്കെയാണ് ഞാൻ അയാളെ മനസ്സിലാക്കിയിട്ടുള്ളത്. അയാൾ ഒരു അസഭ്യമോ ഒന്നും ചെയ്തിട്ടില്ല. പക്ഷേ അത് വളരെ പെട്ടെന്ന് മലയാളി തിരിച്ചറിഞ്ഞു. പക്ഷേ ബോബി ചെമ്മണ്ണൂർ പിടികിട്ടിയിട്ടില്ല. അതാണ് നിങ്ങളൊക്കെ നേരത്തെ പറഞ്ഞ ഈ പണം ഉണ്ടല്ലോ, ഈ പണം എന്ന് പറയുന്ന പ്രശ്നത്തിനകത്ത് ഈ മലയാളിക്ക് അങ്ങ് കണ്ണു മഞ്ഞളിക്കും. അദ്ദേഹം വലിയ വണ്ടികൾ വാങ്ങിക്കും. എന്നിട്ട് ആ വണ്ടികൾ വാങ്ങിച്ചിട്ട് അതൊക്കെ സാധാരണക്കാർക്ക് ഇങ്ങനെ ഓടിക്കാൻ കൊടുക്കും. അതൊക്കെ വലിയ സംഭവമായിട്ട് ചിത്രീകരിക്കപ്പെടും. അതിനൊക്കെ വലിയ കയ്യടി ഉണ്ടാവും. എന്നിട്ട് ബോച്ചെ എന്ന് പറഞ്ഞിട്ട് ഫാൻസ് അസോസിയേഷൻ ഉണ്ടാകുക. ഈ ഫാൻസ് അസോസിയേഷനിലൊക്കെ പ്രവർത്തിക്കുന്ന ആളുകളുടെ ഒരു മാനസികാവസ്ഥയുണ്ടല്ലോ, അതൊക്കെ നമ്മൾ ഈ ഏത് വേദനത്തിലാണെങ്കിൽ പോലും ആ രീതിയിൽ. അപ്പം ഇത്തരത്തിലുള്ള ആളുകളെ ഇങ്ങനെ ഉയർത്തിക്കൊണ്ടുവരുന്നതിൽ മാധ്യമങ്ങൾക്കടക്കം വലിയ പങ്കുണ്ട്. അതിനൊക്കെ കൈയടിക്കുന്ന, അതിനൊക്കെ കൂടി ഒത്തുചേരുന്ന നമ്മുടെ സമൂഹത്തിനും വലിയ പങ്കുണ്ട്. അതിനെ മനോഹരമായി ചൂഷണം ചെയ്ത ഒരാളാണ് ബോബി ചെമ്മണ്ണൂർ എന്ന കാര്യത്തിൽ തർക്കമില്ല. ഞാനൊരു കാര്യം പറയട്ടെ, 2016 VS അച്യുതാനന്ദൻ പ്രതിപക്ഷ നേതാവായിരിക്കുന്ന സമയത്തെ ബോബി ചെമ്മണ്ണൂരെതിരായിട്ടൊരു കേസും ഉണ്ട്. എന്താ കേസ് എന്നറിയാമോ? ഓക്സിജൻ സിറ്റി എന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹം ഒരു വലിയ പിന്നെ ഒരു റിയൽ എസ്റ്റേറ്റ് പരിപാടി പ്രഖ്യാപിച്ചു. ആ പരിപാടി പ്രഖ്യാപിച്ച സമയത്ത് ഇത് വലിയ തട്ടിപ്പാണെന്ന് പറഞ്ഞിട്ട് VS അച്യുതാനന്ദൻ നേരിട്ട് വന്നിട്ട് മാധ്യമങ്ങളെ കണ്ട് സംസാരിച്ചു. എന്ന് മാത്രമല്ല, അദ്ദേഹം DGPക്ക് ഒരു പരാതി കൊടുത്തു, സെബിക്ക് ഒരു പരാതി കൊടുത്തു. എന്താണ് സെബി കണ്ടെത്തിയത്? 1000 കോടി താഴെയാണ് ഇയാളുടെ ആസ്തി എന്ന് പറയുന്നത്. ഇത് അനൗൺസ് ചെയ്തിരിക്കുന്ന പ്രോജക്റ്റ് എത്ര കോടി രൂപയുടെ ആണെന്നറിയാമോ? 6000 കോടി രൂപയുടെ പ്രോജക്റ്റാണ്. ആ കേസ് എന്തായി? ഇങ്ങനെയൊക്കെ നമ്മൾ വിട്ടുവീഴ്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പറഞ്ഞതിനെ കുറിച്ച് ഉണ്ണി സാർ പറഞ്ഞല്ലോ. ഇപ്പോൾ പോട്ടെ, ബോബി ചെമ്മണ്ണൂർ എന്ന് പറയുന്ന ആൾ ഒരു സ്വയം ബ്രാൻഡായിട്ട് ഇങ്ങനെ വരുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇയാൾ ഇത്രയും അശ്ലീലം പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ നിങ്ങൾ ചെയ്യുന്നത് തെമ്മാടിത്തരമാണെന്ന് പറയാനായിട്ട് നമ്മളടക്കം ആർക്കെങ്കിലും പറ്റിയോ? ആർക്കെങ്കിലും നാവ് പൊന്തിയോ? ഒരു ഹണി റോസ് വരേണ്ടി വന്നു. അതുകൊണ്ടാണ് ഞാൻ അവരെ സപ്പോർട്ട് ചെയ്യുന്നത്. അല്ല, നമ്മൾ എന്തുകൊണ്ടാണ് ഹണി റോസിനെ സപ്പോർട്ട് ചെയ്യുന്നത്? കാരണം വെച്ചാൽ ഇവിടുത്തെ വിഷയം ബോബി ചെമ്മണ്ണൂർ കഴിഞ്ഞ കുറേ നാളുകളായി നടത്തിക്കൊണ്ടിരിക്കുന്ന അസഭ്യ പ്രചരണങ്ങൾ, അശ്ലീല പ്രചരണങ്ങൾ, ദ്വയാർത്ഥ പ്രയോഗങ്ങൾ, എന്തും വിളിച്ചു പറയാൻ എല്ലാ ലാംഗ്വേജും എല്ലാം അങ്ങനെയാണ്. നിങ്ങൾക്ക് എന്തും വിളിച്ചു പറയാൻ കഴിയുന്ന ലൈസൻസോടുകൂടി ഒരാൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നടക്കുകയാണ്. അതിന് പാകത്തിലുള്ളൊരു മാധ്യമം കൂടി കിട്ടിയ, ഞാൻ പറയുന്നത് അത് സോഷ്യൽ മീഡിയയെ കുറിച്ചാണ് പറയുന്നത്. ഈ സമൂഹ മാധ്യമം ഉപയോഗിച്ചുകൊണ്ട് എന്തും വിളിച്ചു പറയാവുന്ന ആളുകൾക്ക് അത് ബോബി ചെമ്മണ്ണൂർ ആരംഭിക്കുകയോ അവസാനിക്കുകയോ ചെയ്യുന്നില്ല. ഒരു ബോബി ചെമ്മണ്ണൂർ മാത്രമല്ല ഇവിടെ ഉള്ളത്, ഒരുപാട് ബോബി ചെമ്മണ്ണൂർമാരുണ്ട്. അല്ലെങ്കിൽ അത്തരത്തിലുള്ള അവതാരങ്ങളുണ്ട്. ആ അവതാരങ്ങൾക്കൊക്കെ അഴിഞ്ഞാടാൻ പാകത്തിലൊരു മാധ്യമ സംസ്കാരം നിലനിൽക്കുന്നുണ്ട്. ആ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിച്ചുകൊണ്ട് അവരൊക്കെ വേറൊരു രീതിയിൽ നേട്ടങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഈ ബോബി ചെമ്മണ്ണൂരിൻ്റെ വീഡിയോയുടെ ഷെയർ എത്രയാണ്? ഈ ബോബി ചെമ്മണ്ണൂരിൻ്റെ വീഡിയോയുടെ വ്യൂവർഷിപ്പ് എത്രയാണ്? മില്യൺസ് ആണ് കേട്ടോ, മില്യൺസ്. ദശലക്ഷക്കണക്കിന് ആളുകൾ നിരന്തരം കാണുന്നു അദ്ദേഹത്തിൻ്റെ വീഡിയോ. അതുമാത്രമല്ല, അത് ലക്ഷക്കണക്കിന് ആളുകൾ ഷെയർ ചെയ്യുന്നു. ഇതൊരു വലിയ കുഴപ്പമല്ല. ഇത് നിങ്ങളത് നിങ്ങൾ അങ്ങനെ പിന്നെ പിന്തുണയ്ക്കാൻ വേണ്ടി നിന്നു കൊടുക്കുന്നൊരു സമൂഹമാണെങ്കിൽ അതിനെ പരമാവധി ഉപയോഗിച്ച് നേട്ടം കൊയ്യാൻ ഒരാൾ ശ്രമിക്കുമെന്ന കാര്യത്തിലൊരു തർക്കവുമില്ല. ആ വിജയമാണ്, ആ ഫോർമുലയുടെ വിജയമാണ് ബോബി ചെമ്മണ്ണൂർ എന്ന പേരെന്ന് പറയുന്നത്. ബോബി ചെമ്മണ്ണൂരിനെ പോലുള്ള ആളുകളെ ഈ രീതിയിൽ വളർത്തിയെടുക്കുന്നതിനകത്ത് ഒരു വിഭാഗം വലിയ പിന്തുണ നൽകിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഈ വിഷയത്തിൽ സമൂഹം കൂടി സ്വയം വിമർശനപരമായി ചില കാര്യങ്ങൾ പഠിക്കുകയും മനസ്സിലാക്കുകയും വേണം. അല്ലാത്ത പക്ഷം ഇനിയും ഇത്തരം കാര്യങ്ങൾ ആവർത്തിച്ചുകൊണ്ടിരിക്കും. ഹണി റോസിനോട് ഇയാൾ കാണിച്ചിട്ടുള്ളത് അങ്ങേയറ്റം മര്യാദകളാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഹണി റോസ് ഇന്ന് എടുത്ത തീരുമാനം, ഇന്നലെ അവർ പരാതി കൊടുക്കുന്നു. ആ പരാതി കൊടുക്കാനെടുത്ത തീരുമാനം എന്ന് പറയുന്നത് ധീരമായ തീരുമാനമാണ്. ആ തീരുമാനത്തോട് ഈ സർക്കാർ നടത്തിയ പ്രതികരണവും അങ്ങേയറ്റം
അങ്ങേയറ്റം പിന്നെ അഭിനന്ദിക്കേണ്ട പ്രതികരണം തന്നെയാണ്. കാരണം എന്താ വെച്ചാൽ ഇന്നിപ്പോൾ നമുക്കറിയാമല്ലോ ഈ പറയുന്ന കക്ഷി നേരെ ബാംഗ്ലൂരേക്ക് ചാടാനാണല്ലോ നിന്നത് അല്ലേ? കർണാടകത്തിലേക്ക് ചാടിക്കഴിഞ്ഞിട്ട് പിന്നെ മുൻകൂർ ജാമ്യത്തിന് അപേക്ഷിക്കുക, മുൻകൂർ ജാമ്യം കിട്ടിയില്ലെങ്കിൽ പിന്നെ സുപ്രീം കോടതി വരെ പോവുക. ആ കാര്യത്തിൽ നമ്മൾ കണ്ടതല്ലേ, അത് തന്നെ ആവർത്തിച്ചേനെ. അതെ, അതേപോലെ തന്നെ ഒരു സാഹചര്യം ഉണ്ടാക്കാനാണ് മൂപ്പര് ശ്രമിച്ചിരുന്നത്. പക്ഷേ വളരെ കൃത്യമായിട്ട് പോലീസ് അത് ഓപ്പറേറ്റ് ചെയ്യുകയും വളരെ പ്രതിബദ്ധതയോടുകൂടി പോലീസ് ആക്ട് ചെയ്യുകയും ചെയ്തു. അതിനകത്തൊരു പൊളിറ്റിക്കൽ ഡിസിഷൻ ഉണ്ട്. പോലീസിന് ഇങ്ങനെ ആക്ട് ചെയ്യാൻ കഴിയില്ലല്ലോ. അല്ല, ആ നിലവാരത്തിൽ ഒരു പൊളിറ്റിക്കൽ ഡിസിഷൻ എടുത്തു. ആ പൊളിറ്റിക്കൽ ഡിസിഷന്റെ ഭാഗമായിട്ട് പോലീസ് അത് നന്നായിട്ട് ആക്ട് ചെയ്തു. ലോക്കൽ പോലീസിന് അറിയില്ലായിരുന്നു കേട്ടോ. ലോക്കൽ പോലീസിന് അറിയില്ല ഇങ്ങനൊരു കാര്യം. അങ്ങനെയാണെങ്കിലൊക്കെ ചോരുവേ, വേണമെങ്കിൽ ഈ വാർത്തയൊക്കെ പെട്ടെന്ന് ചോരാം. ഇത് വളരെ കൃത്യമായി പോലീസിന്റെ ഉന്നതതലത്തിലൊരു തീരുമാനമെടുത്തിട്ട് വളരെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥർ വയനാട്ടിൽ വളരെ പെട്ടെന്ന് ലാൻഡ് ചെയ്തു. എന്നിട്ട് അദ്ദേഹത്തിന്റെ എസ്റ്റേറ്റിലേക്ക് കടന്നു നിന്ന് 9 അറസ്റ്റ് ചെയ്യുകയാണ് ചെയ്തത്. 9 അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിലെടുത്തിട്ട് ഇപ്പം ഇങ്ങോട്ടേക്ക് എത്തിയിരിക്കുന്നു, കൊച്ചിയിലേക്ക് എത്തിയിരിക്കുന്നു. നമ്മളൊന്ന് ആലോചിക്കേണ്ട കാര്യം എന്താ അറിയോ, അതിലുണ്ട് സാർ ഒരു കാര്യം ആഡ് ചെയ്യാം. അതിനകത്ത് ഈ ലോ ആൻഡ് ഓർഡർ ADGP മനോജ് എബ്രഹാം, അതുപോലെ തന്നെ നമ്മുടെ ഇവിടുത്തെ സിറ്റി പോലീസ് കമ്മീഷണർ പുട്ട വിമലാദിത്യ, അതുപോലെ DCP അശ്വതി ജിജി, ഇവരെല്ലാവരും അതിനകത്ത് എടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരേ ഒപ്പീനിയൻ ആയിരുന്നു. ഇതാണ് ചെയ്യേണ്ടത്, ഇമ്മീഡിയറ്റ് ആക്ഷൻ വേണം എന്നൊരു തീരുമാനത്തിലേക്ക് അവരെത്തിയില്ലായിരുന്നെങ്കിൽ ഇന്നത് സംഭവിക്കില്ല. ബോബി ചെമ്മണ്ണൂർ വേറെ എവിടെയെങ്കിലും ഇരുന്ന് മുൻകൂർ ജാമ്യത്തിനടക്കമുള്ള നീക്കം നടത്തിയാൽ. അല്ല, ഇതിനകത്ത് പിന്നെ നമ്മൾ മനസ്സിലാക്കുന്നത് പിണറായി വിജയനുമായിട്ട് അണിറോസ് സംസാരിച്ചു, അപ്പം പിണറായി വിജയൻ എടുക്കുന്ന ഒരു തീരുമാനമുണ്ട് ഇതിനകത്ത്. ഇനി ഹി ഷുഡ് ബി അറസ്റ്റഡ്, അത് പിക്ക് ചെയ്യണം എന്നൊരു തീരുമാനം. അതാ ഞാൻ പറയുന്നത്, ഇതൊരു പൊളിറ്റിക്കൽ ഡിസിഷനാണ്. ആ പൊളിറ്റിക്കൽ ഡിസിഷൻ അഭിനന്ദിക്കപ്പെടേണ്ടത് തന്നെയാണ്. ഇതൊരു വലിയ താക്കീതാണ്. അതാണല്ലോ നമ്മുടെ ചോദ്യം. എല്ലാവർക്കും ഇത് കിട്ടുകയും വേണം. അത് നിശ്ചയമായിട്ടും ഞാൻ പറയുന്നത്, ഇതിനകത്ത് ഇന്നിപ്പം നിങ്ങൾ ആരെങ്കിലും പിന്നെ ബോബി ചെമ്മണ്ണൂരിനെ അനുകൂലിച്ചുകൊണ്ട് കമന്റുകൾ കണ്ടോ? എവിടെ? അതാണ് ഹണിറോസ് സൂചിപ്പിച്ചത്. അതാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട അവരവിടെ പോയി ഇപ്പൊ ഈ മുമ്പ് പറയുന്ന ഒരു കാര്യമുണ്ട്. ഞാൻ പറയുന്നത് ഇപ്പൊ കള്ളനോട്ടിന്റെ പ്രശ്നമുണ്ട്. ലോകത്ത് കള്ളനോട്ട് വളരെ വ്യാപകമായിരുന്നു. ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ കള്ളനോട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് ലോകത്ത് എവിടെയെങ്കിലും കറൻസി അച്ചടിക്കുന്നത് നിർത്തിയിട്ടുണ്ടോ? ലോകത്തെ എല്ലാ രാജ്യങ്ങളിലും കറൻസി അച്ചടിക്കുന്നുണ്ട്. പക്ഷേ കള്ളനോട്ടിനെ നമ്മൾ എങ്ങനെയാണ് നേരിടുന്നത്? കടുത്ത നിയമ നടപടികളിലൂടെയാണ് കള്ളനോട്ടിനെ നേരിടുന്നത്. അതുകൊണ്ട് നമ്മൾ കറൻസി അച്ചടിക്കുന്നു, കറൻസി നമ്മൾ കൈകാര്യം ചെയ്യുന്നു. കള്ളനോട്ട് പ്രശ്നം വരുമ്പോൾ അത് കൃത്യമായിട്ട് വലിയ ശിക്ഷ കിട്ടുന്നൊരു കുറ്റമായിട്ട് വരുന്നു. ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിനെ നമുക്ക് അങ്ങനെ കൈകാര്യം ചെയ്യാൻ പറ്റുള്ളൂ. നമുക്കൊരു ഗേറ്റ് കീപ്പറൊന്നും ഇല്ലാത്ത സ്ഥലം അത്. അവിടെ ആർക്കും വന്ന് എന്തും വിളിച്ച് പറഞ്ഞിട്ട് പോകാം. പക്ഷേ അങ്ങനെ ചെയ്യുന്ന ആളുകളെ സൈബറിൻ്റെ നിയമങ്ങൾ അടിസ്ഥാനപ്പെടുത്തി പിടിച്ചുകൊണ്ടുപോയി ശിക്ഷിക്കാൻ കഴിയുന്ന ഒരു സംവിധാനം ഉണ്ടാവുകയാണെങ്കിൽ ഇതിന് ഭയങ്കരമായിട്ട് നിയന്ത്രിക്കാൻ കഴിയും. ഞാൻ പറയുന്നത് സ്ത്രീകളുമായിട്ട് ബന്ധപ്പെട്ടാണ് പ്രത്യേകിച്ച്. നിങ്ങളത് അഭിമുഖീകരിക്കുന്ന ആളുകളാണ്. നിങ്ങളുടെ അനുഭവങ്ങൾ പറയുകയും ചെയ്തു. ഈ സൈബർ ബുള്ളിങ് എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനമായിട്ട് എപ്പോഴും ലക്ഷ്യം വെച്ചിട്ടുള്ളത് സ്ത്രീകളെ തന്നെയാണ്. അക്കാര്യത്തിൽ സംശയമില്ല. പേരിൽ എണ്ണാവുന്ന കുറച്ച് പുരുഷന്മാർക്കെതിരെ രാഷ്ട്രീയമായിട്ടായിരിക്കും അവരുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ, അല്ലെങ്കിൽ സാമൂഹികമായ ചില വിഷയങ്ങളിലായിരിക്കും ഏറ്റുമുട്ടൽ, അല്ലെങ്കിൽ മതപരമായ വിഷയങ്ങളിലായിരിക്കും ഏറ്റുമുട്ടൽ. പക്ഷേ ശരീരത്തെ വെച്ചുകൊണ്ട് ഏറ്റവും കൂടുതൽ ആളുകളെ ബുള്ളി ചെയ്യുന്നത്, ആളുകളെ അപമാനിക്കുന്നത് സ്ത്രീകളെ തന്നെയാണ്. സ്ത്രീകളാണ് അത് നേരിടുന്നത്. ആ പ്രശ്നത്തെ പരിഹരിക്കാൻ അതിശക്തമായ നിയമങ്ങളുണ്ട് രാജ്യത്ത്. പക്ഷേ അത് എത്രത്തോളം പ്രയോഗിക്കപ്പെടുന്നു എന്നുള്ള പ്രശ്നമുണ്ട്. ഇന്ന് ഈ നടന്ന കാര്യം എന്ന് പറയുന്നത് അങ്ങേയറ്റം വളരെ അഭിനന്ദിക്കേണ്ട കാര്യമാണ്, ശ്ലാഘനീയമായ കാര്യമാണ്. അത് സർക്കാർ എടുത്ത തീരുമാനമാണെങ്കിലും പോലീസിൻ്റെ ആക്ട് ആണെങ്കിലും ഒക്കെ വളരെ അതിൻ്റെ കൂട്ടത്തിൽ പറയേണ്ടത്, അതിനൊരു സാഹചര്യം ഉണ്ടാക്കിയത് ഹണിറോസിൻ്റെ തീരുമാനമാണ്. ഹണിറോസ് എടുത്ത തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. Meet the editors.